എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാരിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. അപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലം ഈ വർഷം 2025 ഏപ്രിൽ മുതൽ അടുത്ത വർഷം 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. Temperance, Nine of Wands, Queen of Swords, Ace of Swords, Ace of Wands, Hermit Mode. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കുറച്ച് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകുന്ന സമയമാണെന്ന് മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും പോകാൻ ആഗ്രഹിക്കാതെ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലൊന്നും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം. പൊതുവേ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉപദേശം കൊടുത്ത് നടക്കുന്നതോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വഴക്കിടുന്നതോ അല്ലെങ്കിൽ തർക്കശാസ്ത്രത്തിൽ വിദഗ്ധരായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ തർക്കത്തിനൊന്നും പോകാൻ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും അവനവൻ്റെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന, മറ്റുള്ളവരുടെ കാര്യത്തിൽ പൊതുവെ ഇടപെടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വർഷക്കാലം പൊതുവെ കണ്ടുവരുന്നത്. നിങ്ങൾ പൊതുവേ ഒരു മനസ്സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴും സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ടെമ്പറൻസ് ആൻഡ് ഏസ് ഓഫ് വോൺസ് എനർജിയാണത്. പഴയത് ചില കാര്യങ്ങൾ ജീവിതത്തിൽ ആവശ്യമില്ല, നിങ്ങളുടെ സ്വസ്ഥ സമാധാനമായിട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതായത് കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉലച്ചിലുകളൊക്കെ ഉണ്ട്. കുറച്ചധികം നാളായിട്ട് ഈ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല, ഒരു മനസ്സമാധാനം പോലും ഇല്ല എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹബന്ധത്തിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടവർ, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പങ്കാളി മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ തർക്കങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ, ഒഴിവാക്കി പോകേണ്ട ചില ബന്ധങ്ങൾ മോചനത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പോകുന്നു. അനാവശ്യമായിട്ട് ചില ബന്ധങ്ങൾ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം, അച്ഛനമ്മമാരായിരിക്കും, സഹോദരങ്ങളായിരിക്കും. ഈ പറയുന്ന വ്യക്തികളൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്, എന്തൊക്കെയായാലും അച്ഛനല്ലേ, അമ്മയല്ലേ, സഹോദരനല്ലേ, സഹോദരിയല്ലേ. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടുള്ള ടോക്സിക്കാണ്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിനുള്ളൊരു ഒരു സന്തോഷത്തോടു കൂടി ഒരു വാക്ക് പോലും പറയുന്നില്ല. അതേസമയം ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ പോലും മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ മക്കളെ രണ്ട് തട്ടിൽ കാണുന്ന അച്ഛനമ്മമാരായിരിക്കും. അല്ലെങ്കിൽ ചില അച്ഛനമ്മമാരുടെ കാര്യത്തിൽ തിരിച്ച് മക്കൾ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ പണത്തിനോട് താല്പര്യമുള്ളവരായിരിക്കാം. ഏത് തരത്തിലുള്ള ടോക്സിസിറ്റി ആയാലും, ഫിനാൻഷ്യലി നിങ്ങളുടെ നിന്ന് എന്തെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, നിങ്ങൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഒരു രീതിയൊക്കെ നിങ്ങളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം, നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സുഹൃത്തുക്കൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയാം. കാരണം ഇപ്പോൾ നിങ്ങൾ പലരോടും നിങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുമ്പോൾ വഴക്കും പ്രശ്നങ്ങളും ആകാതെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നു. കാരണം പൊതുവേ അത് വഴക്കായി, പ്രശ്നമായി, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം നിങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് ക്ഷമയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ എളുപ്പത്തിൽ അത് മുതലെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും വിട്ട് പോകാനുള്ള ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ 9 of Wands ആൻഡ് Ace of Pentacles Ace of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നുണ്ട്. പല തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പം ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പുതിയ തുടക്കമാണ്. ബന്ധങ്ങളിലും കാര്യങ്ങളിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പേഴ്സണൽ ലൈഫിൽ പുതിയൊരു തുടക്കം. അതേപോലെ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം
ഇപ്പോൾ ഒരു ജോലിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒന്നുകിൽ ആ ജോലി മാറുന്നുണ്ടാവും, ഒരു മാറ്റം അനിവാര്യമായിട്ട് കാണിക്കുന്നുണ്ട് കരിയറിൽ. ഒന്നുകിൽ ആ ജോലി മാറുന്നുണ്ടാവും സെയിം ഫീൽഡിൽ തന്നെ, അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു മാറ്റം എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം എല്ലാവരിലും കാണിക്കുന്നു. പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിജയ സാധ്യത കൂടുതലുള്ള സമയമാണ്. അപ്പം നിങ്ങളായിട്ട് സ്റ്റെപ്പ് എടുത്ത് ധൈര്യത്തോടു കൂടിയിട്ടും മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ കാത്ത് ഇങ്ങനെ ഇരിക്കുക, ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് കാത്തിരിക്കാതെ ഇന്ന് എന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു ഓവർ അനലൈസ് ചെയ്യാതിരിക്കുക. ഒരു കാര്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക, ഓവർ അനലൈസ് ചെയ്യാതെ ധൈര്യമായിട്ട് നല്ലൊരു അവെയർനെസ്സോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. വിജയ സാധ്യതകൾ കൂടുതലുള്ളൊരു സമയം എന്നുള്ളതാണ്. ഒന്നും ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാതെ നിങ്ങൾക്ക് ഒരു ഐഡിയ തോന്നുകയാണെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചിരിക്കാതെ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ ഒരു ഐഡിയ എങ്ങനെ റിയാലിറ്റി ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രീംസ് കം ട്രൂ എന്നുള്ളത് പറഞ്ഞാൽ ഡ്രീംസ് റിയാലിറ്റി ആക്കി മാറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ഡിറ്റർമിനേഷനാണ് ഏറ്റവും പ്രാധാന്യം. കാരണം നിങ്ങളൊരു തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ടൊരു തീരുമാനം എടുത്താൽ അതിൽ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ചില ബന്ധുക്കൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നേറാൻ സഹായിക്കാത്ത ചില അടുത്ത ബന്ധങ്ങൾ രക്തബന്ധങ്ങളായിരിക്കാം, പക്ഷേ അവർ നമ്മളെ ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ കർമ്മമായിരിക്കും, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റേതായിട്ടുള്ള ഫലം ആവാം. അങ്ങനെയുള്ള ആളുകളെ പുറകോട്ടേക്ക് മാറ്റി പുതിയ പുതിയ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പുതിയ ആളുകളെ വിശ്വസിക്കാനും അവരോട് തുറന്ന് സംസാരിക്കുക, അതായത് നിങ്ങളുടെ ലെവലിലുള്ള ആളുകളുമായിട്ട് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്ന ആളുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബൗണ്ടറീസ് വയ്ക്കേണ്ടടുത്ത് വയ്ക്കുന്നുണ്ട്, എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് എവിടെയാണ് അതിർവരമ്പ് വയ്ക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അതിന് ഫോൺസ് ആൻഡ് ഹെർമിറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ച് പറഞ്ഞ പോലെ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞത്. ഒരു ഇന്നർ റിഫ്ലക്ഷൻ, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചികഞ്ഞു നോക്കുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജീവിത ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക്. ലൈഫ് പേർപ്പസ് എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളായിരിക്കും. ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കാം. അത് പിന്നീട് സമൂഹത്തെയും നല്ല രീതിയിൽ ബാധിക്കുന്ന രണ്ട് തരത്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഏത് തരത്തിലാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചികഞ്ഞു നോക്കിയാൽ നിങ്ങൾ ആരാണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ ഒരു ഗൈഡ് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വർഷം ഈ ആത്മീയ കാര്യങ്ങൾ, മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേപോലെ അസ്ട്രോളജി പോലുള്ള കാര്യങ്ങൾ, വേദിക് അസ്ട്രോളജി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയാം. അത് നിങ്ങൾക്ക് പോസിറ്റീവാണ്. കാരണം നിങ്ങൾക്കപ്പോൾ മനസ്സാന്നിധ്യം വീണ്ടെടുക്കാൻ, കാമായിട്ടിരിക്കാനും സ്വസ്ഥയോടുകൂടി ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് സോർട്സ് ആൻഡ് ഏസ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പുതിയ അറിവ് നേടാനും ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് സ്കൂളിലോ കോളേജിലോ ചേർന്ന് കോഴ്സസ് പഠിക്കുന്നത് തന്നെ ആയിരിക്കണമെന്നില്ല. അതായത് ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ വേറെ ദൂരെ എവിടെയെങ്കിലും പോയി നിന്ന് ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ പോയി പഠിച്ച് മനസ്സിലാക്കുന്ന, ജീവിതം പഠിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള സ്കൂളുകൾ, അതായത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത രീതിയിൽ കൊച്ചു ചില കാര്യങ്ങൾ ജീവിതം പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ളത് തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്, യാത്രകൾ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പം ജ്ഞാനം നേടുക എന്നുള്ളതാണ്, അല്ലാതെ ഒരു സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ കോഴ്സ് പഠിക്കുക എന്നുള്ള രീതിയിൽ മാത്രമല്ല. അങ്ങനെയുണ്ട്. നിങ്ങൾ പഠിത്തം നിർത്തിയിട്ടുള്ള ചില ആളുകൾ വീണ്ടും പഠിത്തം ആരംഭിക്കുന്നതാവും. ഒരു പ്രായത്തിന് ശേഷം വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ചിലപ്പോൾ അന്ന് സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നവർ ഇന്ന് സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ മുന്നോട്ടേക്ക് വരുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നല്ല സൗഹൃദങ്ങളുടെ സമയമാണ്. അത് നല്ല രീതിയിൽ നല്ല സൗഹൃദങ്ങൾ വാല്യൂ ചെയ്യുക, അത് ആസ്വദിക്കുക. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ സുഹൃത്തുക്കളല്ല, മികച്ച സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ
നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജീവിതമാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിലും സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമാണ്. പല പുതിയ കാര്യങ്ങൾ അറിയാനും നേടാനും ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.